ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള ഒരു വർഷക്കാലം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ഡലി മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് അതിലേക്കൊരു വലിയ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലുണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ ഇഡ്ഡലി മാവാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ട് ഞാൻ 650 ml കപ്പിലെ 1 കപ്പ് അളവിൽ പച്ചരി എടുക്കുന്നുണ്ട്. ഈ കപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ അളന്നെടുത്താലും മതി കേട്ടോ. അതേപോലെ തന്നെ 60 ml എന്ന് പറയുമ്പോൾ തീരെ ചെറിയ കപ്പാണ്. ആ കപ്പളവിൽ 1 കപ്പ് ഉഴുന്നും 1/4 സ്പൂണ് പച്ച ഉലുവയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നമ്മൾ സാധാരണ 1 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് അളവിലാണ് ഉഴുന്നെടുക്കാറുള്ളത്. നമ്മുടെ കയ്യിൽ ഉഴുന്ന് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിലുള്ള പച്ചരിക്ക് തീരെ ചെറിയ കപ്പ്, അതും 60 ml കപ്പിൽ 1 കപ്പ് ഉഴുന്ന് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിൽ 1/4 കപ്പ് ഉഴുന്നെന്ന നിലയ്ക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ 2 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഉഴുന്ന് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉഴുന്ന് കുറച്ച് മാത്രം മതി, നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിന് മുന്നേ പല മാവ് കൂട്ടിൻ്റെ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസും എല്ലാ കൂട്ടുകാരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് അളവിൽ ചോറ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഉഴുന്ന് കുറവാണല്ലോ, അതുകൊണ്ട് പതഞ്ഞൊന്നും പൊങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ചെറിയ പാത്രം എടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു സൂത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൂത്രമാണ് നമ്മുടെ മാവ് നല്ല പതഞ്ഞ് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുന്ന സൂത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഒരു വലിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിൽ മാത്രമല്ല, നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്, അതും വളരെ പെട്ടെന്ന് നമുക്കൊരു 2 മണിക്കൂറിലൊക്കെ വെള്ളയപ്പം തയ്യാറാക്കണമെങ്കിലും ഇതേപോലെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കൈകൊണ്ട് തന്നെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളയപ്പവും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രി ആണ് അരച്ച് വെക്കുന്നത്. ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നത്. വെള്ളയപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് ചുട്ടെടുക്കാൻ കഴിയുന്നതാണ്. ഈസ്റ്റോ സോഡാപ്പൊടിയോ ഈനോയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പവും ഇഡ്ഡലിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ മാവെല്ലാം ഞാനിവിടെ ഒന്ന് നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്പൂണോ സ്പാച്ചിലയോ ഒന്നും വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് പാടില്ല, എങ്കിലും നമ്മുടെ മാവ് റെഡിയായി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ മിക്സിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ ഒരു മാവിനെ
എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ തയ്യാറാക്കിയിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാനൊരു 8 മണിക്കൂർ വെച്ച് കൊടുത്തിട്ടുള്ള മാവാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ മാവ് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എത്രമാത്രം സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിക്ക് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉഴുന്ന് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇനി നിങ്ങളാരും ഇഡ്ഡലിയൊന്നും തയ്യാറാക്കാൻ മടി കാണിക്കണ്ട. നമുക്ക് ഉഴുന്ന് കുറവാണെങ്കിലും ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മാവ് കൂട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഒരു എണ്ണയും ചേർക്കാൻ പാടില്ല. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് വെച്ചേക്കുന്ന മാവിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് മാത്രം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അപ്പത്തിൻ്റെ മാവാണ് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മാവ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഈ ഒരു മാവ് കൂട്ടിനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇഡ്ഡലി മാവെല്ലാം ഞാൻ 2 തട്ടിലും ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ ടൈമിൽ ഞാൻ ഗ്യാസിലേക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പൊന്ന് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പുഴുങ്ങി വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അടപ്പൊക്കെ ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്നൊന്ന് വെന്ത് കിട്ടട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയൊക്കെ നല്ല രീതിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ നല്ല രീതിക്കൊന്ന് തണുത്ത് വരുന്നുണ്ട്. കണ്ടോ, നല്ല ഫ്രഷായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. അതിനുശേഷം നമുക്ക് മാവ് ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ടാറ്റാ.